പ്രതിപക്ഷത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. സമവായത്തിലൂടെ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കണമെന്ന നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തിയത്. എൻഡിഎ സ്ഥാനാർത്ഥി സി.പി. രാധാകൃഷ്ണൻ ഇന്നലെ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. സെപ്റ്റംബർ 9 ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനാണ് ചേരുന്നത്. ജിഷ്ണു, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ഇന്ന് ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. എപ്പോഴാണ് പത്രിക സമർപ്പണം? രാഖി, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. 11 മണിക്ക് ശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസ് അറിയിച്ചിട്ടുള്ളത്. ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, കോൺഗ്രസിൻ്റെയും ഒപ്പം മറ്റ് ഘടകകക്ഷികളുടെയും മുതിർന്ന നേതാക്കൾ, മുതിർന്ന എംപിമാർ, ഒപ്പം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരെല്ലാം തന്നെ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. അത്തരത്തിലൊരു ശക്തിപ്രകടനമായി തന്നെയായിരിക്കും പ്രതിപക്ഷവും ഈ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ഇന്നലെ എൻഡിഎയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി സി.പി. രാധാകൃഷ്ണൻ, മഹാരാഷ്ട്ര ഗവർണർ കൂടിയായിട്ടുള്ള സി.പി. രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൂടാതെ മുതിർന്ന കേന്ദ്രമന്ത്രിമാർ, എൻഡിഎയുടെ ഘടകകക്ഷി നേതാക്കൾ, ബി.ജെ.പി. എൻഡിഎ സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, അത്തരത്തിൽ ഒരു വലിയ ശക്തി പ്രകടനത്തോടു കൂടിയായിരുന്നു എൻഡിഎ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അതോടുകൂടി കൃത്യമായൊരു ചിത്രം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയും എൻഡിഎയുടെ ഭാഗത്തുനിന്ന് മഹാരാഷ്ട്ര ഗവർണറായിട്ടുള്ള സി.പി. രാധാകൃഷ്ണനും എന്ന 2 സ്ഥാനാർത്ഥികളുടെയും ചിത്രം തെളിഞ്ഞു. നിലവിൽ അംഗബലം പരിശോധിക്കുമ്പോൾ ലോക്സഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങൾക്കാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുള്ളത്. നിലവിൽ ലോക്സഭയിൽ 290 മുകളിൽ അംഗബലം എൻഡിഎക്കുണ്ട്. രാജ്യസഭയിൽ 130 കൂടുതലുണ്ട്. ലോക്സഭയിൽ എൻഡിഎ ഘടകകക്ഷികൾക്കപ്പുറത്തേക്ക് വൈഎസ്ആർ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളുടെ പിന്തുണ കൂടി ഉറപ്പാക്കിക്കൊണ്ട് 300 മുകളിൽ വോട്ടുകൾ ലോക്സഭയിൽ ഉറപ്പാക്കാൻ എൻഡിഎ ബി.ജെ.പി. സഖ്യത്തിന് സാധിക്കും. അതുകൊണ്ട് തന്നെ നിലവിലെ അംഗബലം വെച്ച് നിഷ്പ്രയാസം എൻഡിഎയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി സി.പി. രാധാകൃഷ്ണൻ വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് ആദ്യം തന്നെ എൻഡിഎ സർക്കാർ മുൻപോട്ട് വെച്ചൊരു നിർദ്ദേശം, ഉപരാഷ്ട്രപതി എന്നുള്ളത് ഭരണഘടനാ സ്ഥാനമാണ്. ആ സ്ഥാനത്തേക്ക് പാർലമെന്റിലെ അംഗങ്ങൾ ഏകകണ്ഠമായി സമവായത്തിലൂടെ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാമെന്നൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രതിപക്ഷത്തിന് മുൻപിലേക്ക് വെച്ചിരുന്നു. എന്നാൽ ആ നിർദ്ദേശം ഉൾക്കൊള്ളാതെയാണ്, ആ നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി പ്രഖ്യാപനം പ്രതിപക്ഷം നടത്തിയിട്ടുള്ളത്. അതിലും പ്രതിപക്ഷ മുന്നണിക്കുള്ളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ബീഹാറിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ഒരു സ്ഥാനാർത്ഥിയെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നായിരുന്നു കോൺഗ്രസ് മുൻപോട്ട് വെച്ച ആവശ്യം. അത് തള്ളിക്കൊണ്ടാണ് തെലങ്കാനയിൽ നിന്നുള്ള സുപ്രീം കോടതി മുൻ ജഡ്ജിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ഏതായാലും ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക നൽകും. നാളെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ഈ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയാണ്. 25-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. സെപ്റ്റംബർ 9 വോട്ടെടുപ്പ് നടക്കും. രാവിലെ 10 മുതൽ 5 വരെയാണ് വോട്ടെടുപ്പിനുള്ള സമയം നിശ്ചയിച്ചിട്ടുള്ളത്. 5-ന് ശേഷം ഫലപ്രഖ്യാപനവും ഉണ്ടാകും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. നിലവിൽ ഉപരാഷ്ട്രപതിയായിരുന്ന ജഗ്ദീപ് ധൻഖർ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാജിവെച്ചതോടെയാണ് നിലവിൽ ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയത്. അദ്ദേഹത്തിന് 2 വർഷം കൂടി കാലാവധി ഉണ്ടായിരുന്നു. അതിനു മുൻപേ തന്നെ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാജിവെച്ചതോടെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. എൻഡിഎയുടെ ഭാഗത്തുനിന്ന് മഹാരാഷ്ട്ര ഗവർണർ സി.പി. രാധാകൃഷ്ണനും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് മുൻ സുപ്രീം കോടതി ജഡ്ജി ബി സുദർശൻ റെഡ്ഡിയുമാണ് മത്സരിക്കുന്നത്. ബി സുദർശൻ റെഡ്ഡി ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകും. ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം സി.പി. രാധാകൃഷ്ണൻ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്തിയിരുന്നു. ഇന്ന് പ്രതിപക്ഷ സ്ഥാനാർത്ഥി സുപ്രീം കോടതി മുൻ ജഡ്ജിയാണ് ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്തും. സമവായത്തിലൂടെ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കണമെന്ന നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. എൻഡിഎ സ്ഥാനാർത്ഥി സി.പി. രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയ പിന്തുണ ഉള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ജയം സുനിശ്ചിതവുമാണ്. എന്തായാലും ഒരു മത്സരം അനിവാര്യമാണ്, തള്ളാൻ വയ്യ എന്ന ഒരു നിർദ്ദേശം വച്ചുകൊണ്ടാണ് പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. സെപ്റ്റംബർ 9-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകളിലേക്ക് വരാം, ഒരു ഇടവേള.